പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബുദ്ധിക്കും അതീതനാണ്. നമ്മളെ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമുണ്ടോ ഇല്ലയോ, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ പലപ്പോഴും ദൈവമുണ്ട് ഇല്ല എന്നതിനെ നമ്മൾ ജീവിതത്തിലെ നമ്മുടെ മനസ്സിലാക്കലുകളുടെയും അറിവുകളുടെയും ഇടയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിനോ നമ്മുടെ മനസ്സിലാക്കലുകളിലെല്ലാം അതീതമായ ദൈവത്തെ പലപ്പോഴും നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരുവൻ ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, ദൈവം തന്നോട് അടുത്തു ചെല്ലുന്നവരെ അവൻ കൈവിടുകയില്ല, തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടുകയില്ല എന്ന് മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ദൈവമായി തന്നെ വെളിപ്പെടും. അതെ, ഹല്ലേലൂയ. അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും അതീതമായി വെളിപ്പെടുന്നവനാ ദൈവം. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തുമാണ്, നിങ്ങളുടെ സിറ്റുവേഷനും സാഹചര്യങ്ങൾക്കും അതീതമായി നിങ്ങളിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് കർത്താവ്. അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ഈ വചനത്തിൽ നിന്നും കേൾക്കുമ്പോൾ, നിങ്ങൾ ഓരോ ദിവസവും ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാറ്റിയിരുന്നു എന്ന സാക്ഷ്യങ്ങൾ പലരും പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുകയും അതുപോലെ പലരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളെ വളരെയേറെ ദൈവവചനം നിങ്ങളോട് പറയുവാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും അത് ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാണ്, കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ പ്ലാൻ, അതിനെ നാം മനസ്സിലാക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അതീതമായ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകും. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ, ഈ രണ്ട് വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. നമ്മളെ ദൈവം പ്രോസ്പറായിട്ട് നടത്തുന്നുണ്ട്, നമ്മളെ ദൈവം സമൃദ്ധിയിലേക്ക് നടത്തുന്നുണ്ട്, ഒരു കുറവുമില്ലാതെ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സാഹചര്യങ്ങളെ നമ്മുടെ പരിമിതിക്കകത്തുനിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. എന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും അതീതമായി. അത് നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നും പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അവൻ അത്ഭുതം ചെയ്യുന്നവനാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ ഉറപ്പ് നമ്മുടെ അകത്ത് വരുമ്പോഴാണ് നമ്മൾക്കത് നിലനിൽക്കാൻ സാധിക്കുന്നത്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, സമ്പന്നനായ ഒരു രാജാവ് എന്ന പട്ടികയിൽ എന്ന ഗണത്തിൽ ഒരാളെ നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ അത് ശലോമോൻ രാജാവ്. ശലോമോന്റെ കാലത്ത് സമ്പത്ത് എന്ന് പറയുന്നത് കണക്കിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദാവീദ് ദൈവത്തിന്റെ നിയോഗത്താൽ ശൗലിനെ ദൈവം അവന്റെ കസേരയിൽ നിന്ന് മാറ്റി അവിടെ ദാവീദിനെ കൊണ്ടുവന്നിരുത്തി. കഴിവ് കൊണ്ട് പ്രാപ്തി കൊണ്ടുവന്നല്ല, ഒരു കഴിവും പ്രാപ്തിയും പറയാനില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ. എന്താണ് കാര്യം? ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണ്, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ കാര്യങ്ങൾ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളെ തളർത്തുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഹൃദയം പറഞ്ഞനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇല്ല, എന്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും വരാൻ കർത്താവ് അനുവദിക്കുന്നു. അത് നമ്മുടെ ഉള്ളില് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മയുടെ പദ്ധതി. വചനം പറയുന്നത്, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവനെ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെയാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗുണമൊന്നും പറയാനില്ലാതിരുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടി അവന്റെ പുത്രനെ മരിക്കാനായിട്ട്, നമ്മുടെ പാപത്തിന് വേണ്ടി അടിക്കപ്പെടാനായിട്ട് അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ
നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നു. നമ്മളെ ഹല്ലേലൂയ അങ്ങനെ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ. ആമേൻ. അതായത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 8-ാം വാക്യവും, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി തക്ക സമയത്തർക്ക് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ അവിടെ 2 വാക്യത്തിൽ കാണുന്ന ബലഹീനരായിരുന്നപ്പോൾ തന്നെ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ. അങ്ങനെ നാം പാപികളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി അടിക്കപ്പെടാനായിട്ട് പുത്രനെ ഏൽപ്പിച്ചു തന്നുവെങ്കിൽ, എത്ര മനോഹരമാണ് ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. ഇന്ന് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന എത്രയോ ശ്രേഷ്ഠമേറിയതാണ്, എത്രയോ മഹത്വകരമായതാണ്. അതായത് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവഹൃദയത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കുറ്റബോധമകത്ത് വരത്തില്ല. ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ഒരുവന് ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് പറയത്തില്ല. ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ശിക്ഷാവിധിയെ ഭയപ്പെടത്തില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം അതുല്യമാണ്. ദൈവത്തിന്റെ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. ആ ദൈവസ്നേഹത്താൽ ആമേൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് വീണ്ടെടുക്കപ്പെട്ട മക്കളായി തീർന്ന നിങ്ങൾ ഞാൻ എത്രയോ ശ്രേഷ്ഠമേറിയ പദവിയിലാണ് നാം വാഴുന്നത്. എത്രയോ ഉന്നതമായ പദവിയിലാണ് നിങ്ങൾ ഞാനും ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതനുസരിച്ച് ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. ഹൃദയപ്രകാരം ആ ദാവീദിന്റെ ജീവിതത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം പണിതുയർത്തി. നമുക്കറിയാം, ദാവീദിന്റെ കാലത്ത് ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കി വലിയ സാമ്രാജ്യം സ്ഥാപിച്ചവനായിരുന്നു ദാവീദ്. എന്നാൽ ദാവീദ് പിന്നത്തതില് ഒരു വലിയ ആഗ്രഹം ദാവീദിന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ വളരെ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുന്നു, കർത്താവിന്റെ പെട്ടകം കൂടാരത്തിലിരിക്കുന്നു. അത് ദാവീദിനെ സംബന്ധിച്ച് സഹിക്കാവതായിരുന്നു. കാരണം ദാവീദിന് അറിയാം ദാവീദിന്റെ കർത്താവിന്റെ പെട്ടകത്തിന്റെ പ്രാധാന്യം എന്താണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനെ ദാവീദാക്കി നിർത്തിയിരിക്കുന്നത് ആ കർത്താവിനോട് അവൻ ചെയ്ത ഉടമ്പടിയും കർത്താവിന് തമ്മിലുള്ള ബന്ധം. അത് ദാവീദിനറിയാം. ദാവീദിന് പ്രത്യേകിച്ച് കഴിവൊന്നും പറയാനില്ല. കാരണം സ്വന്തം അപ്പൻ പോലും ദാവീദിനെ മറന്നുപോയതാണ്. അപ്പോഴേ ശമൂവേലിന്റെ സമയത്ത് ദൈവം തന്നെയാണ് ദാവീദിനെ കൊണ്ടുവന്ന് അവനെ അഭിഷേകം ചെയ്തത്. അത്രത്തോളം ദൈവത്തിന്റെ പ്രത്യേക ഫേവറുള്ള വ്യക്തിയാണ് ദാവീദ്. അപ്പൊ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിനെ പ്രത്യേകിച്ച് അഭിമാനിക്കാനായിട്ട് പ്രത്യേക ഗുണഗണങ്ങൾ പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ ആ ദാവീദിന് ഈ ഒരു ഘട്ടത്തിൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹം, ഞാൻ ഇങ്ങനെ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുന്നു, ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിലിരിക്കും. അത് ദാവീദിന് വലിയ പ്രയാസമായി. ദാവീദ് ആഗ്രഹിച്ചു കർത്താവിന് വേണ്ടി ഒരു വലിയ ആലയം പണിയാനായിട്ട്, കർത്താവിന് വേണ്ടി അല്ലെ പെട്ടകം വെക്കാനായിട്ട്. അപ്പോഴ് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പെട്ടകം എന്ന് പറയുന്നത് ദൈവ മഹത്വത്തിന് ഈക്വലന്റ് ആണ്. നമുക്കറിയാലോ, ശൗലിന്റെ കാലത്ത് പെട്ടകം പിടിപെട്ടു പോയപ്പോൾ അവർ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം പിടിപെട്ടു പോയതാണ്. പെട്ടകം ഫെലിസ്തീൻ പാളയത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞ ദൈവം വന്നിരിക്കുന്നത് പറഞ്ഞ പെട്ടകത്തെ ദൈവത്തോട് സമമായിട്ടാണ് അവർ കണ്ടത്. കാരണം ആ കൃപയുടെ കൃപാസനം മാത്രമല്ല, ദൈവം മഹാപുരുഷനോട് സംവാദിക്കുന്ന സ്ഥലമായിരുന്നു പെട്ടകം. അതുകൊണ്ട് തന്നെ അതിന് വളരെയേറെ പ്രാധാന്യം അവർ നൽകി. അങ്ങനെ വളരെയേറെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ആ പെട്ടകം കൂടാരത്തിലിരിക്കുകയും താൻ വളരെ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുകയും ചെയ്തപ്പോൾ ദാവീദിന് മാനസികമായ ഒരു ചിന്ത ഉണ്ടായി, എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ പെട്ടകം വെക്കാനായിട്ട് ഒരു ആലയം പണിതു. ദാവീദിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ദാവീദ് ആലയം പണിയാനായിട്ട് ആഗ്രഹിക്കുകയും നാഥാൻ പ്രവാചകനോട് പറയുകയും ചെയ്തു. പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു പണിതോളൂ. പക്ഷെ ദൈവം പ്രവാചകനോട് പറഞ്ഞില്ല, ദാവീദിന്റെ കൈ രക്തം പുരണ്ടിരിക്കുന്നതുകൊണ്ട് ദാവീദ് പണിയരുത്, നിന്റെ മകനത് പണിതു. ദൈവം ചോദിച്ച ചോദ്യമാണ്, നീ എനിക്ക് പണിയുന്ന ദേവാലയം ഏതു വിധം? സ്വർഗമെന്റെ സിംഹാസന, ഭൂമി എന്റെ പാദപീഠമാണ്. ഈ ദൈവമാകുന്ന എനിക്ക് നീ എങ്ങനെ ആലയം പണിയും? അപ്പോഴവിടെ അവൻ പണിത ആലയം എന്ന് പറഞ്ഞ മനോഹരമായ, വളരെ മനോഹരമായ ആലയം പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു നീ പണിയണം. പക്ഷെ ദാവീദിന്റെ കാലത്ത് ദാവീദ് ഒരു കാര്യം ചെയ്തു. ദേവാലയത്തിന് ആവശ്യമായ സാമഗ്രികളും
സമ്പത്തുമൊക്കെ സ്വരുക്കൂട്ടി വെച്ചു. വളരെ പ്ലാൻഡ് ആയിരുന്നു ദാവീദ്. വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദാവീദ് ശ്രദ്ധാലുവായിരുന്നു. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ചു. ആ ക്രമീകരിച്ചു വെച്ചവനായ ദാവീദ് പിന്നത്തത് ശാലോമോന്റെ കാലത്താണ് ദേവാലയം മനോഹരമായി പണിയപ്പെടുന്ന, ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദേവാലയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അവിടെ പുറമെയുള്ള ആ ഭിത്തിയെ പൊതിഞ്ഞിരുന്ന സ്വർണം, അതായിരുന്നു ദേവാലയത്തിന്റെ മനോഹാരിത. അതിന് പല വിധത്തിലുള്ള എന്താ പറയുക, പല വിധത്തിലുള്ള അലങ്കാര വസ്തുക്കൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. നമുക്കറിയാം അവിടുത്തെ എല്ലാ ഉപകരണങ്ങൾ പോലും അത് അകത്ത് തടി കൊണ്ടും പുറത്ത് സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു. അപ്പൊ ആ ദേവാലയം, ആ ശാലോമോൻ, ആ ദേവാലയം പണി കഴിപ്പിച്ച ശാലോമോനെ കുറിച്ച് നമ്മൾ കാണുന്നത് സമ്പന്നനായിരുന്നു. സോ റിച്ച്. അത്ര സമ്പന്നനായിരുന്ന ആ ശാലോമോൻ, സമ്പത്തിൽ ശ്രേഷ്ഠനായിരുന്ന ശാലോമോൻ, ആ ശാലോമോന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ദേവാലയം പണിത ശാലോമോൻ, ആ ശാലോമോന്റെ കാലത്ത് വെള്ളിക്കൊന്നും വിലയില്ല. അത്രത്തോളം സമ്പന്നനായിരുന്നു ശാലോമോൻ. ആ ശാലോമോന് ദൈവം പ്രത്യക്ഷനായി ശാലോമോനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, ശാലോമോനെ, നിനക്ക് എന്താണ് വേണ്ടത്? അതായത് ഇവിടെ രണ്ട് വിധത്തിലെ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ശാലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ ഭംഗി പുറമെയുള്ള സ്വർണത്തിന്. എന്നാൽ പുതിയ നിയമത്തിൽ നാം അല്പം മുമ്പ് വായിച്ച പോലെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ 6-ാം വാക്യം 8-ാം വാക്യം, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ കർത്താവ് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 8-ാം വാക്യം, നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി യേശു മരിച്ചിരിക്കുകയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കപ്പെടുകയായിരുന്നു ക്രൂശിൽ. മതം സ്ഥാപിക്കപ്പെടുകയല്ല ചെയ്തത്. അവിടെ സംഭവിച്ചത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെട്ടു. അതാണ് ക്രൂശിൽ നടന്നത്. അപ്പൊ അങ്ങനെ സ്നേഹം വെളിപ്പെട്ടതായ ക്രൂശ്, ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടതായ ക്രൂശ്, ദൈവത്തിന്റെ നിസ്തുല്യമായ കരുണയും കൃപയും വെളിപ്പെട്ടതായ ക്രൂശ്, അവിടെ യേശു നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ആ യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനത്തോടെ സാധ്യമായത്. യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി അതിനുശേഷം തുടർന്ന് അവിടെ പറയുന്ന കാര്യം, യേശു ക്രിസ്തു ദേവാലയം ശുദ്ധീകരിച്ച കാര്യമാണ് പറയുന്നത്. അവിടെ യേശു ദേവാലയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. അവരൊന്ന് ചോദിച്ച ചോദ്യമാണ്, നിനക്കാരാണ് ഈ അധികാരം? കർത്താവ് അധികാരം ആരാ തന്നതെന്നൊന്നും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഈ ആലയം പൊളിക്കുക, ഞാൻ 3 ദിവസം കൊണ്ട് ഇത് പണിയും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 2-ാം അധ്യായം 19-ാം വാക്യം, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. എന്നാൽ 21-ാം വാക്യം പറഞ്ഞു, അവൻ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രയും പറഞ്ഞത്. അപ്പോഴെവിടെ യേശുക്രിസ്തു പറയുന്നത്, മന്ദിരം, പഴയ നിയമത്തിൽ ശാലോമോൻ പണി കഴിപ്പിച്ച മന്ദിരത്തിന്റെ സൗന്ദര്യം പുറമെയുള്ള സമ്പത്തായിരുന്നു. അവിടുത്തെ പാത്രങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണം, ആ ഭിത്തിയെ പൊതിഞ്ഞിരുന്ന സ്വർണം, അതായിരുന്നു ആലയത്തിന്റെ മനോഹാരിത. അതായത് അവിടെ ആലയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് പുറമെയുള്ള സ്വർണം, പുറമെയുള്ള സമ്പത്ത്, പുറമെയുള്ള ഭംഗി, പുറമെയുള്ള ഡെക്കറേഷൻ, അലങ്കാരമായിരുന്നു ആലയത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ യേശു പറയുന്നു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്കും, ഞാൻ 3 ദിവസത്തിനകം ഇത് പണിതു. 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, യേശു തന്റെ ആലയമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. തന്റെ ആലയമാകുന്നു, അങ്ങനെയാണ് തന്റെ ആലയമാകുന്ന മന്ദിരം. അവിടെ അങ്ങനെയാണ് 21-ാം വാക്യം, തന്റെ ആലയമാകുന്ന മന്ദിരം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഇവിടെ മുതൽ ആലയത്തിന്റെ കൺസെപ്റ്റ് മാറും. ഇതുവരെയും ആലയത്തിന്റെ മനോഹാരിതയെ മനസ്സിലാക്കാനായിട്ട് ജനം കണ്ടുകൊണ്ടിരുന്നത് പുറമെയുള്ള സ്വർണമെങ്കിൽ, ഇവിടെ ആലയത്തിന്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ അകമയുള്ള അഭിഷേകം, അകമയുള്ള ദൈവസാന്നിധ്യം, അകമയുള്ള പ്രസൻസ് ഓഫ് ഗോഡ്.
അതായത് 1 കൊരിന്ത്യർ ലേഖനം 3:16 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ഈ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അവിടെ ദൈവത്തിന്റെ ആലയം എന്നതിന് പുതിയ നിർവചനം നൽകപ്പെടുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, യു ആർ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. എങ്ങനെയാണ് നിങ്ങൾ മന്ദിരമായത്? പുറമേയുള്ള സ്വർണമാണോ? അല്ല. പുറമേയുള്ള അലങ്കാരമാണോ? അല്ല. ആലയത്തിന്റെ വലിപ്പമാണോ? അല്ലേ അല്ല. എന്നാൽ ഈ ആലയത്തിന് മനോഹാരിത നൽകുന്നത് എന്താണ്? അവിടെ പറയുന്നത്, ഇതിനെ ആലയമാക്കി മാറ്റുന്നത് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ പുറമെയുള്ള സമ്പത്ത്, പുറമെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട്. ഇവിടെ നമുക്കറിയാം, അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ചതിന് അടയാളമായിട്ട് സമ്പത്തുകൾ കൊടുത്തു, ദാസിദാസന്മാരെ കൊടുത്തു, സ്വർണവും വെള്ളിയും കൊടുത്തു. എന്നാല് നിങ്ങളും ഞാനും അനുഗ്രഹിക്കപ്പെട്ടത് വെള്ളിയും പൊന്നും തന്നിട്ടല്ല നമ്മളെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റുന്നത്. അതായത് റോമാലേഖനം 8:32 എങ്ങനെ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ. ഇന്ന് നമുക്ക് വേണ്ടി നൽകപ്പെട്ടത്, നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത് സ്വർണം വെള്ളിയല്ല, കന്നുകാലി ആടോ മാടോ അല്ല. ആടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം, പശുഭസ്മം, ഇതെല്ലാം പാപത്തിൽ നിന്ന്, ബോധ്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയെങ്കിൽ, ആമേൻ, നിത്യാത്മാവിനെ തന്നെ നമുക്ക് വേണ്ടി അർപ്പിച്ചവനായ യേശുവിന്റെ രക്തം. അതെ, നമുക്ക് വേണ്ടി നൽകപ്പെട്ടത് കാളയും ആടുമല്ല, സമ്പത്തല്ല, സ്വർണമല്ല, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ, സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അതാണ് വചനത്തിൽ പറയുന്നത്. യേശയ്യാവിന്റെ പുസ്തകം 42 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് വേണ്ടി ജാതികളെ കൊടുക്കും. അങ്ങനെയാണ് വചനത്തെ നമ്മൾ കാണുന്നത്. നിനക്ക് വേണ്ടി ജാതികളെ കൊടുക്കും, നിനക്ക് വേണ്ടി വംശങ്ങളെ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് വേണ്ടി ദൈവം ജാതികളെയും മറ്റുള്ള തലമുറകളെയും കൊടുത്തു എന്നാണ് ദൈവം തന്റെ ജനത്തോട് പറഞ്ഞത് കേട്ടോ. അവർക്ക് വേണ്ടി അപ്പോഴ് അവിടെ അവർക്ക് വേണ്ടി ദൈവം ആരെ? ജനതകളെ കൊടുത്തെങ്കിൽ. വചനം അങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ജാതികളെ കൊടുക്കും. അതായത് ദൈവം തന്റെ ജനത്തിനു വേണ്ടി ജനത്തെ കൊടുത്തു, തന്റെ ജനത്തിനു വേണ്ടി ജനത്തെ കൊടുത്തു. എന്നാൽ പുതിയ നിയമത്തിൽ പുത്രന്മാർക്ക് വേണ്ടി പുത്രനെ കൊടുത്തു, പുത്രനെ തന്നു. അന്ന് ജനതകളെ കൊടുത്തത്, ജാതികളെ കൊടുത്തത് ജാതിയാകുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതൊരു ജനതയായിരുന്നു. ജാതി എന്ന് പറയുമ്പോൾ നേഷൻ എന്നുള്ള വാക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നേഷനാകുന്ന തന്റെ ജനത്തിന് വേണ്ടി നേഷൻസിനെ കൊടുത്തു, മക്കളാകുന്ന നമുക്ക് വേണ്ടി മക്കളെ കൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കുക. ഇതിൽ കൂടുതൽ എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത്? ഇതിലും വലുതായിട്ട് എന്താ വേണ്ടത്? പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇതിലും വലിയ കാര്യം എന്താ? വലിയ ഓഫറിങ് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കരുത്, നമുക്ക് കർത്താവ് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വന്തം പുത്രനെ. അപ്പൊ അവിടെ പുറമേയുള്ള സമ്പത്താണ് ദേവാലയത്തിന്റെ മനോഹാരിതയെ മനസ്സിലാക്കാൻ കാരണമായതെങ്കിൽ പുതിയ നിയമത്തിൽ അല്ല, പുതിയ നിയമത്തിൽ ആക്കമേ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, പുത്രത്വം. അതുകൊണ്ട് പുറമെയുള്ള സമ്പത്തിനെ കണ്ടിട്ട്, സമ്പത്തുള്ളതും ഇല്ലായ്മയും കണ്ടിട്ട് ദരിദ്രനാണെന്നോ സമ്പന്നനാണെന്നോ നിങ്ങൾ നിങ്ങളെയോ മറ്റുള്ളവരെയോ വിലയിരുത്തരുത്. കാരണം ഒരുവന്റെ സമ്പത്തിനെ മനസ്സിലാക്കുന്നത് അവനുള്ള പുറമെയുള്ള സൗഭാഗ്യങ്ങളെ നോക്കിയിട്ടല്ല, അവൻ അകമേ അനുഭവിക്കുന്ന സന്തോഷം, അവൻ അകമേ അനുഭവിക്കുന്ന ദൈവത്തോടുള്ള കൂട്ടായ്മ, അതിന്റെ കൂടെ പ്രിയപ്പെട്ടവരെ സകല നന്മകളും ഒഴുകിയിരിക്കും. ഒരു സംശയമില്ല, ഒഴുകിയിരിക്കും. അത് അവന് അൺലിമിറ്റഡ് ആയിട്ട് നൽകപ്പെട്ടു. ഒരു സംശയം ആ കാര്യത്തിൽ. അതേ പ്രിയപ്പെട്ടു.
ഹല്ലേലൂയ. അപ്പോഴാ പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ മഹത്വം അവിടെ ഇരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ദേവാലയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അകമയുള്ള ദൈവവും അവനും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തോട് ചേർന്ന് മറ്റുള്ള എല്ലാ അനുഗ്രഹങ്ങളും, സൗഖ്യമാകട്ടെ, ഈ പറഞ്ഞ കന്നുകാലി, ആട്, മാട്, സ്വർണം, വെള്ളി എന്നൊക്കെ പറഞ്ഞില്ലേ അബ്രഹാമിന് ദൈവം നൽകിയെന്ന്, അതെല്ലാം അതിന് കൂടെ വരും. നമ്മൾ ഒരിക്കലും സമ്പത്ത് നിലനിർത്താനായിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരിക്കുന്ന ആ മനോഭാവമുള്ളവരായിരിക്കരുത്. പകരമായിട്ട് എന്തും വിട്ടുകളയാൻ റെഡിയാണ്. എന്താ? ദൈവവും നമ്മളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി. ആ മനോഭാവമാണ് സമ്പന്നൻ എന്ന് പറയുന്നത്. ആ മനോഭാവത്തിന് സമ്പന്നൻ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ സ്വർഗരാജ്യത്തിന്റെ ഉപമ. സ്വർഗരാജ്യത്തിന്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം എന്താ? അതായത് ഒരുവൻ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വലിയ നിധി കണ്ടിട്ട് സന്തോഷത്തോടെ തനിക്കുള്ളതെല്ലാം വിറ്റ് വന്ന് ഈ നിലം മേടിച്ചു. കാരണം അത് ഒരു കാര്യം, നിക്ഷേപത്തെ കണ്ടെത്തി. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന നിക്ഷേപത്തെ കണ്ടെത്തി. അത് ആ സമ്പന്നന് എന്തും വിട്ടുകൊടുക്കാൻ സന്തോഷവും. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും അവസരങ്ങളും എന്തുമാണ്, ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ ഒന്നും നിങ്ങൾ തകർന്നു പോകാൻ ഇടവരുത്തുന്നതല്ല. നന്മയാക്കി നന്മയാക്കി, നന്മയിൽ നിന്ന് നന്മയാക്കി, നന്മയിൽ നിന്ന് നന്മയാക്കി, നന്മയിൽ നിന്ന് നന്മയാക്കി തീർക്കും. ഒരു സംശയമില്ല. അപ്പൊ അവിടെ ഈ ശലോമോൻ പണിത ദേവാലയത്തിന്റെ പ്രത്യേകത പുറമെയുള്ള സ്വർണവും വെള്ളിയും അതിനെ മനോഹരമാക്കി തീർത്തു. ഇവിടെ ഈ പുതിയ നിയമ ദേവാലയത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് പുറമെയുള്ള സമ്പത്തല്ല, പുറമെയുള്ള അലങ്കാരമല്ല, അകമേ ദൈവവും നാമും തമ്മിലുള്ള കൂട്ടായ്മ. അതായത് പുറമെയുള്ളതെല്ലാം പ്രൊവിഷനാണ് പ്രിയപ്പെട്ടവരെ, അകത്തുള്ളതാണ് പ്രോസ്പെറിറ്റി. നിങ്ങളുടെ വാഹനം, വീട്, സമ്പത്ത്, ജോലി, ബിസിനസ്, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ സകലതും എന്താണ്? പ്രൊവിഷനാണ്. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ദൈവത്തോട് നിങ്ങൾ അനുഭവിക്കുന്ന കൂട്ടായ്മയില്ലേ, ആ പ്രോസ്പർ ആയിരിക്കുന്നിടത്തോളം. ഒരു കാര്യം ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യന്റെ അവന്റെ ഡേ ടു ഡേ വരുമാനങ്ങളിൽ, അവന്റെ ദൈനംദിനമുള്ള ഒരാളുടെ ബിസിനസ്സിനകത്ത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന് വലിയ അസറ്റ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലെ ഏറ്റക്കുറച്ചിലുകൾ അദ്ദേഹത്തെ റിയൽ ആയിട്ട് ബാധിക്കത്തില്ല. പക്ഷേ അസറ്റ് ഒന്നുമില്ല, ബിസിനസ്സും വളരെ പ്രയാസത്തിലാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രയാസം. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ അസറ്റ് എന്താണെന്നറിയോ? അസറ്റ് ഈ പുറമെ കാണുന്നൊന്നുമല്ല, കർത്താവാണ്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രിസ്തു സമ്പത്തായിട്ട് വരുമ്പോൾ ഞാൻ പറയട്ടെ, ആ സമ്പന്നത അനുഭവിക്കുന്നവനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളും. ആ സാമ്പത്തിക ഭദ്രത അനുഭവിക്കുന്നത്, അതായത് ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ ഡെപ്ത് അനുഭവിക്കുന്നവരോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളും. സമ്പത്താകട്ടെ, ഉയർച്ചയാകട്ടെ, മാന്യതയാകട്ടെ, സകലതും. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ യഥാർത്ഥ സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ ലഘുവായിട്ട് ഈ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഒറ്റ കാര്യമാണ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കും. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കും. യേശു എൻ്റെ പാപത്തെയും രോഗത്തെയും ശാപത്തെയും ചുമന്നുകൊണ്ട് ക്രൂശിൽ എനിക്ക് വേണ്ടി മറുവിലയായി തന്നത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, അത് നിങ്ങളുടെ വാ കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ സമൃദ്ധിയിലേക്ക് നിങ്ങൾ വരികയാണ്. ഇന്നുവരെ പലരെയും തകർത്ത പിശാച്, നിങ്ങളുടെ കുടുംബത്തിൽ പലരെയും അരിഞ്ഞു കളഞ്ഞ, തകർത്തു കളഞ്ഞ പൈശാചികമായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരുപക്ഷെ ചോദ്യചിഹ്നമായി മാറിയ അനുഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ മറക്കരുത്, ക്രിസ്തുവിലായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാളും ഒരു നന്മയ്ക്കും മുടക്കം വരാതെ നടത്തുവാനായിട്ട് ഈ ദൈവശക്തി. അതെ, നിങ്ങളുടെ പുറമെയുള്ള ഒന്നുമല്ല നിങ്ങളുടെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ അകത്ത് നിങ്ങൾ വഹിക്കുന്ന ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്. ദാറ്റ്സ് ഇറ്റ്. അതിനാൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടത്തും ഒരു പോയിന്റിൽ പോലും ഈ കൂട്ടായ്മ നിങ്ങൾ മിസ് ചെയ്യാതെ അതിൽ വർദ്ധിച്ചു വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.
അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പ്രോസ്പെറിറ്റി പുറമെയുള്ള പഴയ നിയമ ആലയത്തിന്റെ വില നിർണ്ണയിച്ചത്, അതിന് മനോഹാരിത എന്ന് പറയുന്നത് പുറമെയുള്ള സ്വർണവും അവിടുത്തെ എല്ലാ പാത്രങ്ങൾ പോലും പൊതിഞ്ഞിരുന്ന ഉപകരണങ്ങൾ പോലും പൊതിഞ്ഞിരുന്ന സ്വർണമാണ്, വിലയേറിയതാണെന്ന് പറഞ്ഞു. എന്നാൽ പുറമെ ഇന്ന് പുതിയ നിയമ ആലയം അങ്ങനല്ല. അകമേ ദൈവത്തോടുള്ള കൂട്ടായ്മ. ആ പ്രോസ്പർ ആണോ നിങ്ങൾ? ആ കൂട്ടായ്മയിൽ പ്രോസ്പർ ആണോ നിങ്ങൾ? എങ്കിൽ ഒരു നന്മയ്ക്കും കുറവില്ലാതെ നിങ്ങളുടെ ജീവിതമായി തീരാൻ ഇടയാകും. അതിൽ വളരുവാൻ, വർദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അകമയുള്ള പ്രോസ്പെറിറ്റി കൊണ്ട് പുറമെയുള്ള പ്രൊവിഷനെ എൻജോയ് ചെയ്യാനായിട്ട് കർത്താവിനെ സഹായിക്കണം. കർത്താവെ, ശരീരത്തിൽ രോഗമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അകമയുള്ള പ്രോസ്പെറിറ്റി, അകത്തുള്ള ദൈവത്തോടുള്ള റിലേഷൻഷിപ്പില് ആ പുറമെയുള്ള രോഗത്തെ കർത്താവ് തകർത്തു മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുറമെയുള്ള ദാരിദ്ര്യത്തെ അകമയുള്ള സമൃദ്ധി കൊണ്ട് ജയിക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പുറമെയുള്ള നിരാശകൾ, എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും, എല്ലാ പ്രതികൂലങ്ങളെയും ആത്മാവിൽ ജയിച്ച് മുന്നോട്ട് കുതിപ്പാൻ യേശുവിന്റെ നാമത്തിൽ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. പുറമെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ രോഗം ഉണ്ടായിരിക്കാം. ആ പുറമേ ഉള്ള രോഗത്തെ ജയിക്കാനായിട്ട് സിമ്പിളാണ്. എന്താണ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്? ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ആ ദൈവത്തോടുള്ള ബന്ധമുണ്ടോ? ആ ദൈവത്തോടുള്ള കൂട്ടായ്മയുണ്ടോ? ആ കൂട്ടായ്മയാൽ നിങ്ങൾ എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ചിരിക്കും. ഒരു സംശയം വേണം. ദാരിദ്ര്യം നിങ്ങളെ വാഴുന്നുണ്ടോ? അത് നിങ്ങളെ തകർക്കത്തില്ല, അത് നിങ്ങളുടെ മേൽ വാഴത്തില്ല. എപ്പോഴാണെന്നറിയോ? അകത്തുള്ള പ്രോസ്പെറിറ്റി നിങ്ങൾ അനുഭവിക്കും. അപ്പൊ ആ പുറമെയുള്ള പ്രൊവിഷനെ മറന്നിട്ട് അകത്തുള്ള പ്രോസ്പെറിറ്റി ഫോക്കസ് ചെയ്യാവും. കർത്താവിനോടുള്ള കൂട്ടായ്മ, ആ കൂട്ടായ്മ നിൽക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും, ഒഴുകിക്കൊണ്ടിരിക്കും. യെസ്, നിങ്ങളെ കർത്താവാണ് നിർത്തിയെന്ന് കർത്താവ് പ്രൂവ് ചെയ്യും. അനേകര് തോറ്റുപോയ സ്ഥലത്ത്, അനേകര് ഭയന്ന് പറച്ചു, അനേകരെ തകർത്ത ചില ശക്തികളുടെ മുമ്പിൽ നിങ്ങൾ അവരെ തകർക്കുന്നവരായിട്ട് നിങ്ങൾ നിൽക്കും. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ ഗോലിയാത്തിനെ കുറിച്ച് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഭയാനകമായ കാര്യമാണ്. പക്ഷെ അതേ ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ തീർന്നുപോയി. അതെ, അനേകരെ തകർത്ത് കളഞ്ഞ നൈൽ നദി തന്നെയാണ് മോശയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറി. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ദോഷമായി വരത്തില്ല. ദോഷമായി തോന്നുന്നത് പോലും നന്മയ്ക്കാക്കി തീർക്കും. ഒന്നുകൊണ്ട് പ്രയാസപ്പെടും, സകലത്തിന് നന്മയ്ക്കാക്കി തീർക്കും. ധൈര്യമായി മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.